അയൽവാസിയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1,00,000 രൂപ പിഴയും വിധിച്ചു. മദ്യപിച്ചാൽ മോശമായി പെരുമാറുന്ന അച്ഛനെ പൊതുസ്ഥലത്ത് വെച്ച് അവഹേളിക്കരുതെന്നും ഉപദ്രവിക്കരുതെന്നും താക്കീത് ചെയ്തിട്ടും കേൾക്കാതെ വീണ്ടും അപ്രകാരം ചെയ്ത അയൽവാസിയെ വെട്ടിക്കൊന്ന യുവാവിന് ജീവപര്യന്തം. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ കോടതി 1 ജഡ്ജ് GP ജയകൃഷ്ണൻ്റേതാണ് വിധി. 1,00,000 രൂപ പിഴയും വിധിച്ചു. റാന്നി പോലീസ് 2019 ഓഗസ്റ്റ് 1 രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി ഉണ്ടായത്. റാന്നി നെല്ലിക്കുമൺ പാറയ്ക്കൽ തെക്കേക്കരയിൽ ഷിബി സി മാത്യു 40 കോടതി ശിക്ഷിച്ചത്. നെല്ലിക്കാമൺ വെട്ടിമല കണമൂട്ടിൽ KP മാത്യു 49 വെട്ടേറ്റു മരിച്ചത്. പിഴത്തുക ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഷൈനി മാത്യുവിന് പ്രതി നൽകാനും അടയ്ക്കാത്ത പക്ഷം റവന്യൂ റിക്കവറിയിലൂടെ ഈടാക്കാവുന്നതാണെന്നും വിധിയിൽ പറയുന്നുണ്ട്. 2 വർഷത്തെ തടവ് കൂടി അനുഭവിക്കുകയും വേണം. 2019 ജൂലൈ 31 രാത്രി 10:30 വീടിന് സമീപത്ത് വെച്ച് മാത്യുവിൻ്റെ ഇടത് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ് രക്തം വാർന്ന് 11 റാന്നി താലൂക്ക് ആശുപത്രിയിൽ മരണപ്പെടുന്നത്. ആദ്യം അസ്വാഭാവിക മരണത്തിലാണ് റാന്നി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. സംഭവത്തിന് ശേഷം ഷിബി സി മാത്യു ഒളിവിൽ പോയി. ഇതിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ പിടികൂടി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിയുകയായിരുന്നു. പിന്നീട് വകുപ്പ് മാറ്റി കേസിൻ്റെ അന്വേഷണം തുടർന്നു. അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ ബിപിൻ ഗോപിനാഥാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയതും അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതും. സംഭവ ദിവസം രാത്രി 8 KV മാത്യു പ്രതി ഷിബിയുടെ അച്ഛൻ്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കുകയും മർദ്ദിച്ച് താഴെയിടുകയും ചെയ്തു. വിവരം അയൽവാസി ഷിബിയെ ഫോണിൽ വിളിച്ച് അറിയിച്ചു. വീട്ടിലായിരുന്ന ഷിബി അടുക്കളയിൽ നിന്നും വെട്ടുകത്തിയുമെടുത്ത് ബൈക്കിൽ മാത്യുവിനെ തേടി പുറപ്പെട്ടു. ഊട്ടുപാറയിൽ നിന്നും വെട്ടിമലപ്പടിയിലേക്കുള്ള പഞ്ചായത്ത് റോഡിൽ നടന്നുപോയ മാത്യുവിനെ കണ്ട് വീട്ടിലെത്തി അച്ഛനെ ഉപദ്രവിച്ചതിന് എന്തിനാണെന്ന് ചോദ്യം ചെയ്ത് തുടർന്ന് ബൈക്ക് സ്റ്റാർട്ടിങ്ങിൽ വെച്ച ശേഷം ഇറങ്ങി ഇയാൾക്ക് മുന്നിലെത്തി ഇടത് കഴുത്തിൽ വെട്ടുകയായിരുന്നു. തുടർന്ന് വെട്ടുകത്തി ബൈക്കിൽ വെച്ച ശേഷം ഓടിച്ചുപോയി. അതുവഴി വന്നവർ മാത്യുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണപ്പെട്ടു. കോടതി പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഹരിശങ്കർ പ്രസാദ് ഹാജരായി. കോടതി നടപടികളിൽ ASI അൻസി പങ്കെടുത്തു.